സഹാക്കളെ, സഹോദരി സഹോദരന്മാരെ, കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയിട്ടുള്ള കേരള പുരസ്കാരം സഖാവ് വി എസ് അച്യുതാനന്ദന് സമർപ്പിക്കപ്പെടുകയാണ്. അതോടൊപ്പം ഇവിടെ പറഞ്ഞ രീതിയിൽ കേരള സാഹിത്യ പുരസ്കാരങ്ങളും വിതരണം ചെയ്യപ്പെടുന്നു. ആദ്യമേ തന്നെ പുരസ്കാര ജേതാക്കളെ ഹാർദമായി അഭിനന്ദിക്കട്ടെ. 1975 കർഷക തൊഴിലാളി മാസിക പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. ന്യൂസ് ലെറ്ററായി പ്രസിദ്ധീകരണം ആരംഭിച്ച മാസിക ഇന്ന് കെട്ടിലും മട്ടിലും മുഖ്യധാര മാസികകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ മാത്രമല്ല മാസിക ശ്രദ്ധ പതിപ്പിക്കുന്നത്, എല്ലാ മേഖലകളിലെയും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിലും അവ പൊതുജനസമക്ഷം അവതരിപ്പിക്കുന്നതിലും മാസിക ശ്രദ്ധ ചെലുത്തുന്നു. അതോടൊപ്പം സാഹിത്യ സൃഷ്ടികൾക്ക് നല്ല രീതിയിലുള്ള പ്രാധാന്യവും നൽകി വരുന്നുണ്ട്. നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക ഉത്കർഷത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണിത്. ഈ മാസിക ഏർപ്പെടുത്തിയിരിക്കുന്ന കേരള പുരസ്കാരം അതിൻ്റെ ആദ്യ ചീഫ് എഡിറ്ററായിരുന്ന സഖാവ് വി എസ് അച്യുതാനന്ദനാണ് സമർപ്പിക്കപ്പെടുന്നത്. കേരളത്തിൻ്റെ സാമൂഹിക ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി സ്വജീവിതം തന്നെ മാറ്റിവെച്ച സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ കൈകളിലേക്ക് ഈ പുരസ്കാരം എത്തിച്ചേരുന്നു എന്നതിൽ ഒരു ഔചിത്യ ഭംഗിയുണ്ട്. ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ഇതിഹാസമാക്കി സ്വന്തം ജീവിതത്തെ മാറ്റിത്തീർത്ത ധീരനായ വിപ്ലവകാരിയാണ് സഖാവ് വി എസ്. ജനങ്ങൾക്കും നാടിനും വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ ജീവിതം ആധുനിക കേരളത്തിൻ്റെയും കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെയും ചരിത്രവുമായി വേർതിരിക്കാനാവാത്ത വിധത്തിൽ ഇഴപണഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരള പുരസ്കാരത്തിന് എല്ലാവിധത്തിലും അർഹനായ വ്യക്തിയാണ് സഖാവ് വി എസ്. പോരാളി എന്ന നിലയിൽ, നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ, പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യ നേതാവെന്ന നിലയിൽ സഖാവ് വി എസ് നൽകിയ മഹത്തായ സംഭാവനകളുടെ കൂടി ഫലമാണ് ഇന്ന് നാം കാണുന്ന ആധുനിക കേരളം. ആ ജീവിതം എന്നും യാതനയുടെയും സഹനത്തിൻ്റെയും പീഡനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പാതകളിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. 17 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നത്. 83 വർഷമായി പാർട്ടി അംഗമായി തുടരുകയാണ്. 83 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി തുടരുന്ന അധികം പേർ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. കർഷക തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും ജീവിത ദൈന്യത്തെ നേരിട്ടറിഞ്ഞിട്ടുള്ള വി എസിൽ എന്നും ഒരു നിസ്വപക്ഷപാതിത്വം നിറഞ്ഞു നിന്നിട്ടുണ്ട്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയതിൻ്റെ പിന്നിലുള്ള രഹസ്യം ആ അനുഭവങ്ങൾ തന്നെയാണ്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് CPN രൂപീകരിച്ച 32 പേരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക നേതാവാണ് സഖാവ് വി എസ്.
CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായും പോളിറ്റ് ബ്യൂറോ അംഗമായും അദ്ദേഹം ഉയർന്നു. 1941 ടി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം കുട്ടനാട്ടിലേക്ക് അദ്ദേഹം പോയത്. കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട്ടിൽ 10,000-കണക്കിൽ കർഷക തൊഴിലാളികൾ ജന്മിമാർക്കും ഭൂപ്രഭുക്കന്മാർക്കും കീഴിൽ അന്നത്തെ കാലത്ത് അടിമകളെപ്പോലെ പണിയെടുത്തിരുന്ന അവസ്ഥയായിരുന്നു. അന്ന് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾ 2 തരത്തിലുള്ള അടിമത്തത്തിനും ചൂഷണത്തിനും വിധേയരായിരുന്നു. ഒന്ന് കൂലി അടിമത്തം, മറ്റൊന്ന് ജാതി അടിമത്തം. ഇവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾക്കെതിരെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്തായിരുന്നു VS-ന്റെ ചുമതല. തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ എന്ന പേരിൽ സംഘടന രൂപീകരിച്ചായിരുന്നു ഈ പ്രവർത്തനങ്ങൾ നടത്തിയത്. കർഷക തൊഴിലാളികളുടെ അധ്വാനത്തിന് ആനുപാതികമായ കൂലിയും മറ്റവകാശങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് എണ്ണമറ്റ സമരങ്ങൾ കുട്ടനാടിൻ്റെ വിവിധ മേഖലകളിൽ ആ കാലത്ത് സംഘടിപ്പിക്കുന്നതിന് VS നേതൃത്വം നൽകി. അതിലൂടെ കർഷക തൊഴിലാളികളെ അവകാശബോധമുള്ളവരും സംഘടിത ശക്തിയുള്ളവരുമാക്കി മാറ്റുന്നതിൽ നേതൃത്വപരമായ പങ്കാണ് സഖാവ് VS വഹിച്ചത്. ആ VS-ന്റെ കൈകളിലേക്ക് കർഷക തൊഴിലാളി യൂണിയൻ മുഖമാസിക നൽകുന്ന പുരസ്കാരം എത്തിച്ചേരുന്നത് തീർത്തും ഉചിതം തന്നെയെന്ന് നേരത്തെ പറഞ്ഞത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ രൂപീകരിക്കാൻ ഇടയായതിൻ്റെ ചരിത്ര പശ്ചാത്തലം സഖാവ് ഗോവിന്ദൻ മാസ്റ്ററുടെ വിശദീകരിക്കുകയുണ്ടായി. കേരള സംസ്ഥാന കർഷക തൊഴിലാളി രൂപീകരിക്കപ്പെടുന്നത് 1968-ലാണ്. അതിനെ തുടർന്ന് മിച്ചഭൂമി സമരങ്ങൾ കർഷക തൊഴിലാളി യൂണിയൻ്റെ ഭാഗമായി വ്യാപിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾക്കും കർഷക തൊഴിലാളി യൂണിയൻ നേതൃത്വം നൽകി. അടിയന്തരാവസ്ഥ നിലനിൽക്കെയാണ് 1976 യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം പാലക്കാട് സംഘടിപ്പിക്കപ്പെട്ടത്. അതിനൊക്കെ ശേഷമാണ് കർഷക തൊഴിലാളി യൂണിയൻ്റെ അംഗത്വത്തിൽ തന്നെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായത്. ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കർഷക തൊഴിലാളികൾക്ക് വേണ്ടി രാജ്യത്താദ്യമായി ക്ഷേമ പെൻഷൻ ഏർപ്പെടുത്തിയത് നമ്മുടെ കേരളത്തിലാണ്. നടപ്പാക്കിയത് 1980 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. അന്ന് 10,000-കണക്കിന് കർഷക തൊഴിലാളികൾക്കാണ് പെൻഷൻ ലഭ്യമായത്. ഇന്ന് നമ്മുടെ ക്ഷേമ പെൻഷനുകൾ 60 ലക്ഷത്തോളം ആളുകൾക്ക് ലഭിക്കുന്നു. ഇതിവിടെ സൂചിപ്പിക്കാനുള്ള കാരണം ക്ഷേമ പെൻഷൻ എന്നത് ആരും സൗജന്യമായി വെച്ച് നീട്ടിത്തന്ന ഔദാര്യമല്ല എന്ന് പറയാൻ കൂടിയാണ്. എണ്ണമറ്റ പോരാട്ടങ്ങളുടെയും പുരോഗമന സർക്കാരുകളുടെ ഇടപെടലുകളുടെയും ഫലമായാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാർവത്രിക ക്ഷേമ പെൻഷൻ നൽകുന്ന സംസ്ഥാനമായി കേരളം മാറിയത്. ക്ഷേമ പെൻഷനുകൾ ലഭ്യമാക്കാൻ ഇടപെട്ടതാര്? അവ മുടക്കാൻ തയ്യാറായതാര്? ഇതെല്ലാം സമൂഹത്തിനാകെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. കർഷക തൊഴിലാളി കേരള സാഹിത്യ പുരസ്കാരങ്ങളും ഇന്ന് വിതരണം ചെയ്യപ്പെടുകയാണല്ലോ. മലയാള സാഹിത്യവും കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അടിത്തറയിലാണ് ഇവ രണ്ടും കെട്ടിപ്പൊക്കപ്പെട്ടത്. കർഷക തൊഴിലാളി സമരങ്ങൾക്ക് ആവേശം പകർന്ന നിരവധി സാഹിത്യരചനകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മറ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും മുന്നേറ്റങ്ങൾ മലയാളത്തിലെ സാഹിത്യ സൃഷ്ടികൾക്കും വിഷയമായിട്ടുണ്ട്.
തകഴിയുടെ രണ്ടിടങ്ങഴിയും മറ്റും ഇതിൻ്റെ ഉദാഹരണവുമാണ്. ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തെ പുരോഗമനാത്മകമായി മുന്നോട്ട് നയിക്കുന്നതിന് ഉതകുന്ന പരസ്പര പൂരകങ്ങളായ ഇടപെടലുകളാണ് കേരളത്തിലെ സാഹിത്യമേഖലയും തൊഴിലാളി പ്രസ്ഥാനങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. ആ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കർഷക തൊഴിലാളി പോലെയുള്ള മാസികകൾ ഏറ്റെടുക്കുന്നത്. എല്ലാ ലക്കങ്ങളിലും മികച്ച സാഹിത്യ സൃഷ്ടികൾ ഉൾപ്പെടുത്താൻ കർഷക തൊഴിലാളിയുടെ പ്രസാധകർ ശ്രദ്ധിക്കാറുണ്ട്. അതിന് തുടർച്ചയായി വേണം ഈ മാസിക ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹിത്യ പുരസ്കാരങ്ങളെയും കാണാൻ. സാഹിത്യ പുരസ്കാരങ്ങൾക്ക് അർഹരായ കെ രാജേന്ദ്രൻ, സുരേഷ് പേരിശ്ശേരി, ശ്രീജിത്ത് അരിയല്ലൂർ, ഡോക്ടർ എ വി സതീഷ് കുമാർ, കുമാരി നീലിമാവാസൻ, ശ്രീമതി ശ്രീദേവി കേലാൽ, ഇവരെയെല്ലാം ഹാർദമായി അഭിനന്ദിക്കട്ടെ. കേരള പുരസ്കാരം വി എസ് അച്യുതാനന്ദന് സമർപ്പിച്ചതായും